തൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടും തോറ്റുപോകുന്ന ഒരു മനുഷ്യൻ്റെ കഥയുണ്ട്. ചൈനീസ് കഥകളിൽ പണ്ട് മുതലേ നമ്മൾ കേട്ടുപോകുന്ന ഒരു കഥയാണ്. ഈ മനുഷ്യൻ രാത്രിയും പകലും ഇല്ലാതെ തൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിധിയുടെ വിളയാട്ടത്തിന് മുന്നിൽ ഇദ്ദേഹം ഇങ്ങനെ പെട്ടുപോവുകയാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ, ഒരു പ്രഹേളിക പോലെ തൻ്റെ ജീവിതം ഇങ്ങനെ നീണ്ടുപോകുന്നത് കാണുമ്പോൾ എവിടെയും ഒരു വിജയത്തിൻ്റെ ഒരു കച്ചിത്തുരുമ്പും കാണാത്തൊരവസ്ഥയിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നിയിട്ട് വീട് വിട്ട് തൻ്റെ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കാൻ ആവശ്യമായ ചെറിയ സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഒരു കാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കഥയാണ്. അങ്ങനെ അദ്ദേഹം കാട്ടിലെത്തുമ്പോൾ കാട്ടിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഒരു സന്യാസിയെ കാണുന്നത്. ഈ സന്യാസിയോട് അദ്ദേഹം തൻ്റെ വേദനകൾ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. തൻ്റെ പ്രയാസങ്ങൾ, തൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ സന്യാസി ഇതെല്ലാം കേട്ടുകൊണ്ട് സന്യാസി അദ്ദേഹത്തെ തൻ്റെ തൊട്ടടുത്ത് പിടിച്ചിരുത്തിയിട്ട് പറയുന്നു, നിങ്ങൾ 2 ചെടികൾ എൻ്റെ മുന്നിൽ കാണുന്നില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നന്നായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചീരച്ചെടിയും വലിയ ഒരു ബാമ്പുവിൻ്റെ ഒരു മുളയുടെ മരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത് ഞാൻ കാണുന്നുണ്ട്, ചീരയും ഒരു മുളയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലെ കഥ ഇങ്ങനെ ഈ സന്യാസി മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഈ 2 പ്ലാന്റുകളും ഈ 2 ചെടികളും ഇത് രണ്ടും ഒരേ സമയമാണ് ഞാൻ കുഴിച്ചിട്ടത്. ഞാൻ വെള്ളമൊഴിക്കാറുണ്ട്, 2നും ദിവസവും ഞാൻ വെള്ളമൊഴിച്ച് കൊടുക്കാറുണ്ട്. കുഴിച്ചിട്ട് ഒരു 7-8 ദിവസത്തിനുള്ളിൽ ചീര മുളച്ച് മനോഹരമായിട്ട് വളർന്നു. എന്നാൽ ഈ മുളയാണെങ്കിലോ, ഞാൻ ആദ്യം കൃഷി ചെയ്യാൻ തുടങ്ങിയ ആദ്യ വർഷം, ഒരു വർഷം ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ചിട്ടും അത് വളർന്നില്ല. 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും 4ാമത്തെ വർഷവും കഴിഞ്ഞ് 5ാമത്തെ വർഷത്തിൽ ഞാൻ വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായിട്ടത് മുളയിട്ടത് എന്നാണ്. ഈ ചീര ഇന്നിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഈ മുളയാണെങ്കിലോ ഏകദേശം 90 മീറ്ററോളം മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന മനോഹരമായത് വൃക്ഷമായി മാറിയിട്ടുണ്ട്, ഒരു പ്ലാന്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സന്യാസി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി അധ്വാനിക്കുമ്പോൾ അതിന് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ മനസ്സിലേക്കാണ് നമ്മളെക്കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല, നമ്മളുടെ ജീവിതം പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട്, നമ്മുടെ അധ്വാനങ്ങൾ വൃഥാവിലായിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വെറുതെയാണ്. കഴിഞ്ഞ 4 വർഷക്കാലവും ഈ മുളയുടെ വിത്തിനുള്ളിൽ നിന്നുകൊണ്ട് മുകളിലേക്കുള്ള വലിയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഊർജം സംഭരിക്കുകയായിരുന്നു ഈ മുള എന്നാണ് ഈ സന്യാസിയുടെ കഥയിൽ നിന്ന് ഈ മനുഷ്യന് മനസ്സിലാവുന്നത്. നമ്മളിൽ പലരും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ UGC നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. നമ്മളിൽ പല ആളുകൾക്കും വലിയ വലിയ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞു. നെറ്റ് നേടിയവരുണ്ട്, അഡ്മിഷൻ ടു PhDക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷനുള്ള ക്വാളിഫിക്കേഷൻ നേടിയവരുണ്ട്, അതോടൊപ്പം JRF ക്വാളിഫൈ ചെയ്തവരുണ്ട്. ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ സന്തോഷം പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ. ഇവരുടെയൊക്കെ അധ്വാനം ഇന്ന് വലിയൊരു വിജയത്തിലേക്ക് അവരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ്. അവരുടെ കുടുംബത്തോടൊപ്പം, അവരുടെ കൂട്ടുകാരോടൊപ്പം, അവരുടെ മറ്റുള്ള മുഴുവൻ ബന്ധുക്കളോടൊക്കെ ഒപ്പം അവരിങ്ങനെ സന്തോഷം പങ്കിടുന്നത് കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നെറ്റും JRF ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അക്കാഡമിക് ജേർണിയിലെ ഒരു പുതിയ സ്റ്റെപ്പിലേക്കുള്ള തുടക്കമാണ് എന്നാണ്. പലപ്പോഴും JRF ക്വാളിഫൈ ചെയ്തിട്ട് 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ PhDക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടി നിങ്ങൾ ശ്രമം നടത്തേണ്ട ഒരു സമയത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് PhDയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അക്കാഡമിക്സിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് കടക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ വന്നിട്ടുള്ള അക്കാഡമിക്സിൻ്റെ ഒരു നിലവാരത്തിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിലോ ഒരു സ്റ്റാൻഡേർഡിലോ ആയിരിക്കില്ല ഇനി നിങ്ങളുടെ ജേണി എന്നതാണ്. തീർച്ചയായിട്ടും വലിയ വലിയ റിസർച്ച് പേപ്പറുകൾ നിങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതോടൊപ്പം തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കോൺഫറൻസുകളൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലും മറ്റുമൊക്കെ നടക്കും. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ അതിലേക്കൊക്കെ സബ്മിഷൻസ് നടത്തുകയും അതിലൊക്കെ പ്രസൻറ്റേഷൻ നടത്താനൊക്കെയുള്ള വലിയ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒപ്പം നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൊളേജിയേറ്റ് എക്സാമുകളൊക്കെ എഴുതുകയും അങ്ങനെ ഗവൺമെൻറ് തലത്തിലേക്കും അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസൊക്കെ തേടിപ്പിടിച്ച് കണ്ടെത്തിയിട്ട് നന്നായിട്ട് ഇനിയും അധ്വാനിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തി എന്നതാണ് സത്യം. അതോടൊപ്പം ക്വാളിഫിക്കേഷൻ, PhDക്കുള്ള അഡ്മിഷനുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള PhD ചെയ്യാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതല്ല ഇനി നെറ്റും JRFും ഒരിക്കൽ കൂടി ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് നിങ്ങൾ ഈ ഡിസംബർ എക്സാമിലേക്ക് ഒരുങ്ങേണ്ടതുണ്ട്.
ഇങ്ങനെ ക്വാളിഫൈ ചെയ്ത മുഴുവൻ ആളുകളെയും നമ്മൾ കൃത്യമായിട്ട് അവരുടെ വലിയ നേട്ടത്തിൽ നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം നിങ്ങളുടെ നിങ്ങളുടെ അക്കാഡമിക് ജേണിയുടെ ഒരു തുടക്കമാണ് ഇത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും ഇനിയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതുവരെ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ അതിനേക്കാളും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു ടൈമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ അക്കാഡമിക് ജേണിക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് JRF ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ ഇനി അവർക്ക് പ്രപ്പോസലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട തിരക്കിലേക്കൊക്കെ പോകും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിൻ്റെ വർക്കിലേക്ക് പോകുന്നതാണ്. പിന്നെ ഈ ഒരു വിജയത്തിൻ്റെ വലിയ കഥകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന, കാണാതെ പോകുന്ന, നമ്മുടെ ചുറ്റും നമ്മോടൊപ്പം ഈ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നെറ്റോ JRF അല്ലെങ്കിൽ PhD-യിലേക്കുള്ള അഡ്മിഷനൊന്നും ക്വാളിഫൈ ചെയ്യാൻ കഴിയാത്തിരുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ എക്സാമും സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സന്യാസി പറഞ്ഞ കഥ പോലെയാണ്. നമ്മൾ ഈ പ്രിപ്പറേഷൻ നടത്തുന്ന ഈ ഒരു യാത്രയിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പലപ്പോഴും നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഫലം ഒരുപക്ഷെ ഈ പരീക്ഷയ്ക്ക് നമുക്ക് വന്നിട്ടില്ലെങ്കിലും നമ്മളുടെ വലിയ വിജയത്തിലേക്ക് നമ്മളെ ഒരുക്കുന്ന, നമുക്ക് പവർ തരുന്ന ഒരു ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സാം ആയിരിക്കാം കഴിഞ്ഞു പോയത് എന്ന് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു പരാജയമാണ് എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. നമ്മുടെ പ്രിപ്പറേഷനുള്ള നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്കാണിത്. ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നമ്മളൊന്നും കൂടി എവിടെയൊക്കെയോ ചില മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഒന്നുകൂടി ഓടിത്തീർക്കാനുള്ള ചില ട്രാക്കുകൾ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഒരു പക്ഷേ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടാവും. എക്സാം ഹാളിൽ ചിലപ്പോൾ നമുക്ക് ഹറിബറീസ് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ JRF നെറ്റോ ഒക്കെ ക്വാളിഫൈ ചെയ്ത ആളുകളെക്കാളും കൂടുതൽ പഠിച്ചവരായിരിക്കാം ഒരു പക്ഷേ ക്വാളിഫൈ ചെയ്യാത്ത നിങ്ങളിൽ പലരും എന്ന് എനിക്കത് കൃത്യമായിട്ടും പറയാൻ കഴിയും. അപ്പോൾ അവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ന് അവർക്ക് റിസൾട്ടിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് എന്തോ കാരണം കൊണ്ട് റിസൾട്ടിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കാരണം എന്ത് എന്ന് കൃത്യമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പ്രയാസങ്ങളുടെ സമയമായിരിക്കും നമുക്ക് എന്തുകൊണ്ട് റിസൾട്ട് വന്നില്ല അല്ലെങ്കിൽ നേടാൻ കഴിഞ്ഞില്ല എന്നൊരു മാനസിക വിഷമം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും മനുഷ്യനെന്ന രൂപത്തിലുണ്ടാവും. എങ്കിൽ പോലും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യണം എന്നതാണ്. നമ്മൾക്ക് ഡിസംബർ എക്സാം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 0-യിൽ നിന്നല്ല ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡിസംബർ എക്സാമിലേക്ക് പോകുമ്പോൾ നമുക്ക് റിസൾട്ട് നേടാൻ കഴിയും. പല ആളുകളും ഒരുപക്ഷെ ഇതുപോലെയുള്ള ഘട്ടം വളരെ ക്രൂഷ്യലായൊരു ഘട്ടമാണ്. നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, നിങ്ങൾ റിസൾട്ട് നേടാൻ കഴിഞ്ഞില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ ഈ ഒരു ജേണിയിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മൾ അവരെ പോലെ ആവുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. പക്ഷേ അത്തരം സാധാരണ ചിന്തിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ഇനി ഈ എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി പിന്നോട്ട് പോകുന്ന ആളുകളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കാൻ കഴിയുക എന്നത് ഒരു കറേജിയസ് ആയിട്ടുള്ള ഡെസിഷനാണ്, ഒരു കറേജിയസ് ആയിട്ടുള്ള തീരുമാനമാണ്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു JRF എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്വപ്നമാണെങ്കിൽ അത് നേടിയിട്ടേ നമ്മൾ അടങ്ങൂ എന്ന ഒരു തീരുമാനം എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിക്കലായിട്ടുള്ളൊരു ജങ്ചറാണ്, ഒരു ടൈമാണ്, ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സൈറ ലേണിങ്സും സൈറയുടെ ഓൾ ടീമും സിസ്റ്റവും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ വിജയം വരെ ഈ യാത്രയിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഷുവറാണ്. അതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് റിവേഴ്സ് ലേണിംഗ് മെത്തേഡിലൂടെയുള്ള നമ്മളുടെ പഠനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്കറിയാം ഈ വിജയിച്ചവരുടെ സന്തോഷത്തിൻ്റെ സമയവും വിജയിക്കാൻ കഴിയാതിരുന്നവരുടെ വിഷമത്തിൻ്റെ സമയവുമാണ്. എങ്കിലും ഈ സമയവും കടന്നു പോകും. നമ്മൾ തീർച്ചയായിട്ടും പരാജയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രിപ്പറേഷൻ്റെ ജേണി അവർ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. വിജയിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് ജേണിയുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നു എന്നതാണ്. ഈ ഒരു സ്റ്റോണിൽ നിന്ന് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സോ വിജയിച്ചവരെ കൃത്യമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതോടൊപ്പം വിജയിക്കാൻ ഇത്തവണ കഴിയാതെ പോയവർക്ക് അവർ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവർക്ക് ഡിസേർവ് ചെയ്യുന്ന വലിയ വിജയത്തിലേക്കുള്ള എനർജി സംഭരിക്കാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് മാത്രം ഈ എക്സാമിനെ കാണുക. തീർച്ചയായും അടുത്ത ഡിസംബർ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി തീർച്ചയായും ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ഓൾ ടീം സൈറയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. തീർച്ചയായിട്ടും ഞാനും ഉണ്ടാകും. നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകും.